അമേരിക്കയുടെ താൽപര്യങ്ങൾക്കും നയങ്ങൾക്കും മുന്നിൽ ഒരിഞ്ച് പോലും തല കുനിക്കില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും വിദേശ ഗൂഢാലോചനയ്ക്കും എതിരെ തന്നെ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാകട്ടെ ഇറാനിൽ അടുത്ത ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ വലിയ ആക്രമണം നടത്തുമെന്ന പ്രഖ്യാപനമായിരുന്നു ട്രംപ് നടത്തിയത്. ഇതിൽ ഭയം കൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നത്. മാത്രമല്ല, നിരവധി രാജ്യങ്ങളിലേക്കുള്ള നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയത്തുള്ള അലി ഖൊമൈനി ആകട്ടെ ബങ്കറിൽ ഒളിവിലാണ് എന്ന പാശ്ചാത്യ പ്രചരണം അത് തള്ളിയിരിക്കുകയാണ്. മുംബൈയിലെ ഇറാൻ കോൺസൽ ജനറലായ സായിദ് റൈസ രംഗത്ത് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ ഒളിവിലാണ് എന്നുള്ള വാദങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സ്വന്തം നേതാവിനെ തന്നെ അദ്ദേഹം ട്രംപിന് മുന്നിൽ ഇട്ടുകൊടുക്കുകയാണോ ചെയ്തിരിക്കുന്നതെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിനിടയിലാണ് ഈ വാർത്തകളും പുറത്തു വരുന്നത്. ഖമേനി ആകട്ടെ സുരക്ഷിതനാണ് എന്നതാണ് ഇദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളാണ് എന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. ഖൊമേനി ബങ്കറിൽ ഒളിച്ചിരിക്കുകയല്ല. അവിടെ വലിയ രീതിയിൽ ഉപരോധ ഭീഷണി ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ത്യയുമായി ഇറാൻ സഹകരണം തുടരാൻ ശ്രമിക്കുന്നുണ്ട് എന്നും ഇവിടെ അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ ആഭ്യന്തര പ്രതിസന്ധി നേരിടുന്നുവെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പരിധിവരെ തന്നെ സുരക്ഷാ സേന പ്രതിഷേധകരോട് സംയമനം പാലിച്ചു. എന്നാൽ ഇറാനും പുറത്തുള്ള നേതാക്കളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതോടുകൂടി തന്നെ ഭീകരവാദ ഘടകങ്ങൾ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ആരംഭം നൽകുകയാണുണ്ടായത്. പൊതു മുതലിനെയും അതുപോലെ തന്നെ പൗരന്മാരുടെ സ്വത്തുക്കൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ചെറുതും വലുതുമായ നഗരങ്ങളിൽ സംഘർഷമുണ്ടാക്കി. നിർഭാഗ്യവശാൽ 3117 പേർ അവിടെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ 2427 പേർ സാധാരണക്കാരും സുരക്ഷാ സേന അംഗങ്ങളുമാണ്. ഇവിടെ ഇതോടൊപ്പം തന്നെ 690 ഭീകരവാദികളും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രതിഷേധകരിൽ ഭൂരിഭാഗവും വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് പരിശീലനം ലഭിച്ചവരോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരോ ആണ് എന്നതാണ് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ശക്തി ഇറാനെതിരെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രതിരോധിക്കാൻ പൂർണ്ണമായും ഇറാൻ തയ്യാറാണ് എന്നും പൂർണ്ണ ശക്തിയോടുകൂടി തന്നെ അത് ചെയ്യുമെന്നും അദ്ദേഹം ഇവിടെ ഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. ഇരുവരും കണ്ടിട്ടുള്ള ഏതാനും ആക്രമണത്തെയും ചെറുക്കാനുള്ള, അതായത് ഇതുവരെ കണ്ടിട്ടുള്ള ഏതൊരു ആക്രമണത്തെയും ചെറുക്കാനുള്ള ശക്തി ഇറാൻ ഉണ്ട് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇസ്രായേലിനെതിരെ 12 ദിനം നീണ്ടുന്ന യുദ്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഒരു വിദേശ ശക്തികളെയും ഇറാന് പേടിയില്ല. ചിലർ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയാണ് എന്നും മറ്റേതൊരു രാജ്യത്തെയും പോലെ തന്നെ നേതാവിനെ സുരക്ഷമായി തന്നെ ഉദ്യോഗസ്ഥർ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്നതും അല്ലെങ്കിൽ അത്തരമൊരു രീതി കൈക്കൊള്ളുന്നത് സ്വാഭാവികമാണ് എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം ബങ്കറിലോ അഭയ കേന്ദ്രത്തിലോ ഒളിച്ചിരിക്കുകയാണ് എന്ന് ആരും കരുതരുത് എന്നും ഇവിടെ പറയുന്നുണ്ട്. അതേസമയം ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് US സൈന്യം വലിയ രീതിയിൽ നീങ്ങുന്നതായി തന്നെ ട്രംപ് പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ ഏതു വിധേനയുമുള്ള ആക്രമണം പൂർണ്ണമായുള്ള ആ ഒരു യുദ്ധമായി തന്നെ കണക്കാക്കുമെന്നും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.